നമസ്കാരം. മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലി CPI-CPM പോരിപ്പോഴും തുടരുകയാണ്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ പറ്റി അവസാന വാക്കു പറയാൻ പിണറായി വിജയൻ ആരാണെന്ന് ചോദിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് CPI നേതാവ് C ദിവാകരൻ. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലുള്ള CPM-CPI തർക്കം രൂക്ഷമാകുന്നതിനിടെയാണ് C ദിവാകരന്റെ പ്രതികരണം. ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമീപനമാണ് പിണറായിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും C ദിവാകരൻ വിമർശിച്ചു. അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. മുന്നണിയെ കൊണ്ടുപോകേണ്ടതും വിട്ടുവീഴ്ച ചെയ്യേണ്ടതും CPM ആണ്. ഉപനേതാവ് CPM-ന്റെ കയ്യിലിരിക്കുന്ന അവകാശമല്ല. ഉപനേതാവ് ഇല്ലെങ്കിൽ എന്തിനാണ് CPM ബഹളം വയ്ക്കുന്നത്? തരില്ലെന്ന് പറയാൻ പിണറായിക്ക് എന്ത് കാര്യം? ചർച്ച ചെയ്യണം, ചർച്ചയില്ലാതെ പറയുന്നത് ശരിയല്ല. പദവി നൽകാൻ സാധ്യമല്ലെന്ന് പറയാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും C ദിവാകരൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ജനയുഗം പിണറായിയെ വിമർശിച്ചിരുന്നു. ഉപനേതൃസ്ഥാനം CPM-ന് തന്നെയെന്ന് പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ രൂക്ഷമായിട്ടായിരുന്നു CPI മുഖപത്രം ജനയുഗം വിമർശിച്ചത്. CPIയെ കടന്നാക്രമിച്ച് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ ഇതിന് പിന്നാലെ രംഗത്തെത്തി. ഇതിന്റെ തുടർച്ചയായി ഇരു കക്ഷികളുടെ യുവജന സംഘടനാ നേതാക്കളായ AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോനും DYFI സംസ്ഥാന സെക്രട്ടറി M വിജിനും ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. CPI നേതാവ് സത്യം മൊകേരിയുടെ ലേഖനത്തിലാണ് പിണറായിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് വിഷയത്തിൽ പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന മുന്നണി മര്യാദകളുടെ തികഞ്ഞ ലംഘനവും മുന്നണി രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയ പക്വതയില്ലായ്മയുമായി മാത്രമേ കാണാൻ കഴിയുള്ളൂ എന്നായിരുന്നു ലേഖനത്തിൽ പറഞ്ഞത്. അതേസമയം ഈ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം, അതുമാത്രമല്ല പിണറായിക്കെതിരെ നേതാക്കൾ തിരിയുന്ന സാഹചര്യം, ഈ വിഷയത്തെക്കുറിച്ചൊരു അവലോകനം രാഷ്ട്രീയ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം മലയാളി വാർത്തയോട് നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. ഇത് പണ്ട് MA ബേബി പറഞ്ഞിരുന്നു, വിപരീതകാലേ വിനാശബുദ്ധി. തലതിരിഞ്ഞു പോയതാവും അദ്ദേഹത്തിന്. ഇപ്പൊ CPM ആകെ തന്നെ തലതിരിഞ്ഞിരിക്കുന്നു. ഇപ്പൊ നടക്കുന്നത് വിനാശകാലേ വിപരീത ബുദ്ധി എന്നുള്ളൊരു കാര്യമാണ്. ഇത് ഞാൻ CPIയെ പറ്റിയല്ല പറയുന്നത്. CPI ഉന്നയിച്ചത് അവരുടെ ന്യായമായിട്ടുള്ള ഒരു അവകാശം മാത്രമാണ് എന്ന് പ്രഥമ ദൃഷ്ട്യാ വ്യക്തമാണ്. എന്നു വെച്ചാൽ ഇത്രയും കാലം CPM-ന്റെ വലിയേട്ടൻ മനോഭാവം സഹിച്ചുകൊണ്ട്, തൊഴുത്തിൽ കുത്ത് സഹിച്ചുകൊണ്ട്, അവരോടൊപ്പം എല്ലാ കാര്യത്തിനും പിണറായി വിജയനെ പിന്തുണച്ച്, പിണറായി വിജയന്റെ മകളായ വീണയെ പിന്തുണച്ചുകൊണ്ട് ഒക്കെ ഇങ്ങനെ കഴിഞ്ഞുകൂടി സമരസപ്പെട്ട് പോരുകയായിരുന്ന ഒരു പാർട്ടിയാണ് CPI. ആ CPIയെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ നിന്നും തുരത്തപ്പെട്ടിരിക്കുന്നു ഇന്ത്യയിലാകമാനം. ഒരൊറ്റ സ്ഥാനവും അവർക്കില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ. ഒറ്റ സ്ഥാനം പോലും അവർക്ക് കേരളത്തിൽ ഉള്ളതൊഴിച്ച വേറെ എങ്ങുമില്ല. ഗതികെട്ട ഒരു പാർട്ടിയായിട്ടൊരു വെറും പ്രാദേശിക പാർട്ടിയുടെ നിലവാരത്തിലേക്ക് താണുപോയിരിക്കുന്നു. ബീഹാറിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ വലിയ പ്രതീക്ഷയായിട്ട് വളർന്നു വന്ന ഒരു പ്രസ്ഥാനത്തിനാണ് ഈ അപജയം സംഭവിച്ചിരിക്കുന്നത്. ബീഹാറിൽ CPM-നേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ടിരുന്ന ഒരു കക്ഷി, അങ്ങനെയുള്ളൊരു കക്ഷിക്ക് സംഭവിച്ചിരിക്കുകയാണ് ഇന്ന് അപജയം എന്ന് പറയുന്നത്. വളരെയധികം തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ഉള്ള ഒരു തകർച്ചയാണ്. അപ്പൊ ആ തകർച്ചയുമായിട്ടാണ് CPM-നോടൊപ്പം ഇവര് കഴിഞ്ഞുകൂടി പോരുന്നത്. അവരുടെ ആദർശങ്ങളെല്ലാം പണയം വെച്ചു, അവരുടെ കോൺഗ്രസുമായിട്ടുള്ള ഐക്യം പണയം വെച്ചു. അതെല്ലാം തകർന്നു. മുഖ്യമന്ത്രി സ്ഥാനം, PKVയുടെ മുഖ്യമന്ത്രി സ്ഥാനം വലിച്ചെറിഞ്ഞുകൊണ്ടാണ് പത്തീണ്ട കോൺഗ്രസിൽ ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള ആ പുതിയ രേഖ അംഗീകരിച്ചുകൊണ്ട് സഖാവ് PKV അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം വലിച്ചെറിഞ്ഞ് ഇടതു മുന്നണിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള ശ്രമവുമായിട്ട് മുന്നോട്ട് പോയി. ഇതിനിടയ്ക്ക് പല നിലകളിൽ, പല തലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഐക്യം എന്നുള്ളത് അപേക്ഷയും നിവേദനവും പരിദേവനവും ഒക്കെ ആയിട്ട് CPM-ന് മുമ്പിൽ കൊണ്ടുവന്നെങ്കിലും ഒരിക്കൽ പോലും അത് സ്വീകരിച്ചതായിട്ട് CPM പറഞ്ഞിട്ടില്ല. അതിനെ പരമപുച്ഛ മനോഭാവത്തോടു കൂടി തള്ളിക്കളയുകയാണ് ചെയ്തത്. എന്തെന്ന് വെച്ചാൽ CPM-ന്റെ നയം എന്ന് പറയുന്നത് ജനകീയ ജനാധിപത്യ വിപ്ലവവും CPI-യുടേത് ദേശീയ ജനാധിപത്യ വിപ്ലവവുമാണ്. ഇത് രണ്ടും വ്യത്യസ്തവും സമാന്തരവുമായ പാതകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തള്ളിപ്പോകുന്നത്. അങ്ങനെയെല്ലാം സഹിച്ച് തൊഴുത്തിൽ കുത്തേറ്റ് സഹിച്ചുകൊണ്ട് CPI സഖാക്കൾക്ക് CPM-ന്റെ മർദ്ദനവും ഏറ്റൊക്കെ സീനാ വിജയൻ കേസ്, ലാവ്ലിൻ കേസ്, ഇങ്ങനെയുള്ള സ്വപ്നയുടെ കേസ്, ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാ കേസുകളിലും CPM-നോടൊപ്പം നിന്നും പലപ്പോഴും മൗനം ഭജിച്ചും ഒക്കെ പോന്ന CPI അവസാനം പാർട്ടി തോറ്റ് തുന്നം പാടിയപ്പോൾ അവർക്കൊരു കച്ചിത്തിരുമ്പ് പോലെ പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനം കൊടുക്കണം. കാരണം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ്, അദ്ദേഹം CPM-കാരനാണ്.
അപ്പൊ ഘടകകക്ഷികളിലെ ഏറ്റവും രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷി തീർച്ചയായിട്ടും CPI ആണ്. അവർക്ക് ഒരു സ്ഥാനം വേണം എന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പറഞ്ഞു. ഇത്ര നാണക്കെടുവെന്ന് വിചാരിച്ചുമില്ല. നാണക്കെട്ട് കൊടുക്കാൻ സാധ്യമല്ലെന്ന് നേരത്തെ തീരുമാനിച്ചു. CPM അത് കൊടുക്കില്ലെന്ന് പാർട്ടിക്കാർ പറഞ്ഞു. ഇതുപോലെ നാണക്കെടാനില്ല. ഒരു CPI പോലെ ഒരു കക്ഷി ഇത് ചോദിക്കുമ്പോൾ അത് ഇങ്ങനെ തള്ളിക്കളയുക. എന്നിട്ട് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ പരസ്യമായിട്ട് പറയുക, ആ കത്ത് കൊടുക്കേണ്ടത് ഞാനാണ്, ആ കത്ത് ഞാൻ കൊടുക്കും, അപ്പോൾ ഉപനേതൃസ്ഥാനം തീരുമാനമാവും. അപ്പൊ വീണ്ടും പത്രക്കാർ ചോദിച്ചു ആരായിരിക്കും, അത് CPM കാരനായിരിക്കും എന്ന് 100% വ്യക്തമാണ്. ചെകിട്ടത്തിട്ട ഒരു അടിയല്ലേ കൊടുത്തത് ബിനോയ് വിശ്വത്തിന്റെ. ദേശീയ നേതാവാണെന്നും ഇപ്പൊ ലോകമാസകലം സോഷ്യലിസവും കമ്മ്യൂണിസവും വരുമെന്നും ഒക്കെ വിചാരിച്ച് നടക്കുന്ന ആ പാവം സ്വപ്നജീവിയുടെ ചെകിട്ടത്തേറ്റ ഒരു അടി അദ്ദേഹത്തിന് താങ്ങാൻ പറ്റുന്നതല്ല. അതേ തുടർന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വസ്തനും പാർട്ടിയിൽ അദ്ദേഹത്തിനെ സഹായിക്കുന്ന, പാർട്ടിയിൽ എപ്പോഴും ഒരാള് നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയെ സഹായിക്കാനുണ്ടാവും. ആ സഹായിക്കുന്നത് ഇപ്പൊ സത്യൻ മൊകേരിയ, സത്യം ഉള്ള ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹം, സംശയമൊന്നുമില്ല. അദ്ദേഹം ജനയുഗത്തിൽ ഒന്നൊന്നര ലേഖനം അങ്ങ് എഴുതി. കാരണം വലിയേട്ടൻ മനോഹരം താനാണ് എല്ലാം എന്നുള്ളൊരു പാവം. ഇത് CPI നേരത്തെ പറയേണ്ടതായിരുന്നു. നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ ഇടതുമുന്നണി ഇങ്ങനെ തകർന്ന് തരിപ്പണമാവുന്ന ഒരു കപ്പലായി മാറുകയില്ലായിരുന്നു. പറയേണ്ട സമയത്താണ് പറയേണ്ടത്. ഈ പാതസാം നിജയം വാർന്ന അളവ് സേതുബന്ധനോദ്യോഗം എന്തടോ എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. ഇത് വെള്ളം മുഴുവൻ ഒഴുകി, അത് കഴിഞ്ഞ് ചിറ കെട്ടിയിട്ട് എന്താ കാര്യം, മൺചിറ കെട്ടിയിട്ട് എന്താ കാര്യം, വെള്ളം പോയി കഴിഞ്ഞു, പ്രയോജനമില്ല. അതുപോലെ ബസ്സിന് പിന്നിൽ നിന്ന് കൈ കാണിച്ചാൽ എന്താ പ്രയോജനം? അതുപോലൊരു സംഭവമായിപ്പോയി. ഇപ്പോഴിത് അവര് പറയാൻ തയ്യാറായി. ഏത്? വീണ വിജയന്റെ കാര്യത്തിൽ ബിസിനസ് വേറെ രാഷ്ട്രീയം വേറെ. വാസ്തവത്തിൽ കഴിഞ്ഞ ദിവസം, അതായത് പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തുന്നതിന്റെ തൊട്ട് തലേദിവസം ബിനോയ് വിശ്വം പറഞ്ഞു രാഷ്ട്രീയം വേറെ, അതുപോലെ തന്നെ ബിസിനസ് വേറെ എന്ന് എടുത്തെടുത്ത് പറഞ്ഞു. ആ എടുത്തെടുത്ത് പറഞ്ഞത് ഉള്ള കലിപ്പിലാണ്, ദേഷ്യത്തിലാണ്. പരസ്യമായിട്ട് തന്നെ CPIയെ പിണറായി വിജയൻ അപമാനിച്ചത്. ഇതുപോലെ നമുക്കറിയാം, പിണറായിയും VS അച്യുതാനന്ദനും തമ്മിലുള്ള കലഹം രൂക്ഷമായ സമയത്ത് പിണറായി വിജയൻ പരസ്യമായിട്ട് തന്നെ പത്രക്കാരോട് പറഞ്ഞു തന്റെ പേരിൽ അഴിമതി ഉണ്ട് എന്നുള്ള ആരോപണം നിരന്തരമായിട്ട് ഉയർത്തിക്കൊണ്ടിരുന്ന VSനെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചു. ഒരു പോളിറ്റ് ബ്യൂറോ അംഗം മറ്റൊരു പോളിറ്റ് ബ്യൂറോ അംഗത്തെക്കുറിച്ച് ഇങ്ങനെ പറയാൻ പാടില്ലായി. വാസ്തവത്തിൽ ഈ ബാലാനന്ദനും അതുപോലെ തന്നെ VSും ഒക്കെ പണ്ടേ പറഞ്ഞു ഈ പറഞ്ഞ കാര്യം ഇദ്ദേഹത്തിന് അഴിമതിയുണ്ട്, അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിസത്തിൽ നിന്നുള്ള വ്യതിയാനമുണ്ട്. പാരിസ് അബൂബക്കർന്ന സെയിന്റഡ് പേഴ്സണാലിറ്റി പിണറായിയുമായി ചേർന്ന് അഴിമതി നടത്തുന്നു. ഇപ്പൊ പോയിരിക്കുന്ന ഹവാല ഇടപാടുകളെല്ലാം എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? ദുബായ് വഴി പോയിരിക്കുന്നത് അമേരിക്കയിലേക്കും കാനഡയിലേക്കുമാണ്. അവിടെയാണ് പാരിസ് അബൂബക്കറിന്റെ പണത്തിന്റെ വിളനിലങ്ങൾ, അവിടേക്കാണ് പോയിരിക്കുന്നതെന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. അതിപ്പോ ഹവാലയുണ്ടെന്നപ്പോ നമ്മുടെ അന്വേഷിച്ച ED തന്നെ തെളിയിച്ചിരിക്കുകയാണ്. അപ്പൊ അഴിമതിഗ്രസ്തനായ ഒരു നേതാവാണ് CPMന്റെ സർവ സംഘചാലക്.